come in? Yes. I am Vishwanath, Superintendent of Police, Bombay. Srikandan Nair. Please. Thank you. ഇങ്ങോട്ട് വരാനുള്ള പ്രധാന കാരണം ഓ മലയാളിയാണല്ലേ? യെസ്. സോറി ഫോർ ഇന്ററപ്ഷൻ. പ്ലീസ് ക്യാരി ഓൺ. പെരേരയുടെ വേറെ ബോട്ട്സിനെ കുറിച്ച് എന്തെങ്കിലും ട്രേസ് ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ടോ? അത് എക്സാക്ട് വിവരങ്ങളൊന്നും കിട്ടിയിട്ടില്ല, പക്ഷേ വളരെ പ്രധാനപ്പെട്ട ചില ക്ലൂസ് കിട്ടിയിട്ടുണ്ട്. ക്യാരി ഓൺ. പിന്നെ അയാളുടെ സഹോദരിയാണെന്ന് കരുതപ്പെടുന്ന ഒരു പെൺകുട്ടിയെ ഞങ്ങൾ കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്. വെരി ഗുഡ്. ഈ കേസ് അന്വേഷണത്തിൽ മഹാരാഷ്ട്ര പോലീസിന്റെ എല്ലാ ഹെൽപ്പും നിങ്ങൾക്ക് എപ്പോഴും ഉണ്ടാവും. ഓക്കെ, താങ്ക്സ്. ബൈ ദ ബൈ, ഈ പെരേരെ കണ്ട തിരിച്ചറിയാൻ കഴിയുന്ന ആരെങ്കിലും ഉണ്ടോ? യെസ്, ആലം ആൻഡ് അലേർട്ട് കമ്പനി മാനേജർ ഒരു അനന്തകൃഷ്ണസ്വാമിക്കും പിന്നെ എനിക്കും അവനെ വ്യക്തമായി തിരിച്ചറിയാൻ കഴിയും. Okay then, I will make a move. One important thing. പെരേരെ നിങ്ങൾ കസ്റ്റഡിയിൽ എടുത്താലുടൻ ഞങ്ങൾക്ക് ഹാൻഡ് ഓവർ ചെയ്യണം. ബിക്കോസ് he is the most wanted criminal in Bombay city. വളരെ സ്മാർട്ട് പോലീസ് ഓഫീസേഴ്സിന്റെ ഒരു ടീം എന്നോടൊപ്പം കേരളത്തിൽ വന്നിട്ടുണ്ട്. അതുകൊണ്ട് ചിലപ്പോ പെരേരെ കേരള പോലീസ് പിടിക്കുന്നതിന് മുമ്പ് തന്നെ മഹാരാഷ്ട്ര പോലീസ് കസ്റ്റഡിയിൽ എടുത്തു എന്നും വരും. കേരള പോലീസ് വാചകത്തിലല്ല, പ്രവർത്തിയിലാണ് വിശ്വസിക്കുന്നത്. വെല്ലുവിളിയാണോ? അങ്ങനെ കരുതിയാലും വിരോധമില്ല. Then I am accepting your challenge. You are welcome. ഇന്നു മുതൽ ഞാനല്ല പെരേര, അവനാണ്. അവൻ പോലീസ് കസ്റ്റഡിയിൽ ആവുന്നതിന് മുമ്പ് നമുക്ക് ട്രാപ്പ് ചെയ്യണം. അവനെ കൈ കിട്ടുന്നോണ്ട് നമുക്കെന്ത് പ്രയോജനമെന്ന് പെരേര സാബ് പറഞ്ഞില്ല. ദിമാഗ് ചാഹിയേ, ദിമാഗ്, ബുദ്ധി, ഇന്റലിജൻസ്. മഹാരാഷ്ട്ര പോലീസ് ചാർജ് ചെയ്തിട്ടുള്ള 74 കേസുകളിൽ 1-ാം പ്രതിയാണ് ഞാൻ, അല്ലെ? അതെ. മഹാരാഷ്ട്ര പോലീസിന്റെ റെക്കോർഡ്സ് പ്രകാരം ഞാനിപ്പോ കേരളത്തിലാണ്. എന്നാൽ ഇവിടുത്തെ പോലീസിന്റെ റെക്കോർഡ്സിൽ പെരേര ഞാനല്ല, വേറൊരു സാധുവാണ്. എന്നെ ട്രേസ് ചെയ്യാൻ മഹാരാഷ്ട്ര പോലീസ് കേരള പോലീസിന്റെ സഹായം തേടാതിരിക്കില്ല. സോ ഇവിടുത്തെ സാധു പെരേരെ നമ്മൾ തപ്പിയെടുത്ത് തട്ടിക്കളഞ്ഞാൽ ഇവിടുത്തെ പോലീസ് എന്ത് വിചാരിക്കും? സാബ് മരിച്ചു. കറക്റ്റ്. അതോടെ എന്റെ പേരിലുള്ള കേസ് ഫയലുകളെല്ലാം ക്ലോസ് ചെയ്യുന്നു. വേറൊരു പുതിയ രൂപത്തിൽ, വേഷത്തിൽ, പേരിൽ ഞാൻ വീണ്ടും നമ്മുടെ പണി തുടരുന്നു. ഒന്നുകിൽ ഇവിടെ, അല്ലെങ്കിൽ ഇന്ത്യക്ക് പുറത്ത്. എപ്പടി? സാബ് ഒരു ജീനിയസ് ആണ്. അതെ, അതുകൊണ്ടാണ് ഞാൻ സാബായതും നിങ്ങളെല്ലാം എന്റെ ശിങ്കിടികളായതും. ഓക്കേ? വാട്ട് നോൺസെൻസ് യു ആർ ടോക്കിംഗ്? സർ, ഓപ്പറേഷന് വേണ്ടി ഞാൻ കരുതിയിരുന്ന പണം നഷ്ടപ്പെട്ടു പോയതുകൊണ്ടാണ്. അത്രയ്ക്ക് ഉത്തരവാദിത്വം നിങ്ങൾക്കുണ്ടായിരുന്നുള്ളൂ എന്നർത്ഥം. അങ്ങനെ പറയരുത് സർ, എന്റെ പെങ്ങൾക്ക് വേണ്ടിയാണ് ഞാൻ. എക്സ്പ്ലനേഷൻസ് ഒന്നും എനിക്ക് കേൾക്കണ്ട. ഇനിയൊരു പെയിൻ വന്നാൽ ഓർമ്മശക്തി പൂർണ്ണമായും നഷ്ടപ്പെടുന്ന ഒരു സ്റ്റേജ് വന്നേക്കാം. കാഴ്ചശക്തി നഷ്ടപ്പെട്ടേക്കാം. ഒടുവിൽ ഒരു കോമാ സ്റ്റേജിൽ ജീവിതാവസാനം വരെ. പ്ലീസ് സർ, ഞാൻ നോക്കിയിട്ട് കാശിന് ഒരു മാർഗവും കാണാഞ്ഞിട്ടാ. കാശിന്റെ കാര്യങ്ങളൊക്കെ നിങ്ങൾ ഹോസ്പിറ്റൽ മാനേജറിനോട് പറഞ്ഞാൽ മതി. അവർ അഡ്മിറ്റ് ചെയ്യുന്ന പേഷ്യന്റിനെ ട്രീറ്റ് ചെയ്യാനേ എനിക്ക് നിവൃത്തിയുള്ളൂ. വേണമെങ്കിൽ എന്റെ ഫീസ് വേണ്ടെന്ന് വെക്കാം. അതിലുപരി എനിക്ക്. സാറിനി അടുത്തെന്നാണ് വരുന്നത്? നെക്സ്റ്റ് 12ന്. അതിനുള്ളിൽ ഞാൻ എങ്ങനെയെങ്കിലും പണം അറേഞ്ച് ചെയ്യാം സാർ. നിങ്ങൾ എത്ര പേരുണ്ട്?
ഇതിനേക്കാളും വലിയ ഉമ്മക്കളിക്കാരെ കൊണ്ട് ഞങ്ങളെ സത്യം പറയിച്ചിട്ടുണ്ട്. പറയടി, എന്താ നിങ്ങളുടെ ഉദ്ദേശം? ഇങ്ങനെയൊന്നും ചോദിച്ചാൽ ഇവള് പറയത്തില്ല സാറേ. കുറച്ചു നേരം എനിക്ക് വിട്ടു തന്നാ ഞാൻ പറയിപ്പിക്കാൻ സത്യം. മര്യാദയ്ക്ക് സത്യം പറഞ്ഞോ. എവിടെയാണ് നിങ്ങളുടെ ഒളിത്താവളം? പറയാ. പറയാ. പറയണേ. നിർത്ത്. സാർ, എല്ലാവരും കൂടെ ഇങ്ങനെ കൊല്ലാക്കൊല ചെയ്ത ഈ പാവം ചത്തുപോകും. പിന്നെ കിട്ടാനുള്ള വിവരം പോലും കിട്ടില്ല. താൻ ഉത്തരവൊന്നും വേണ്ട. എന്ത് ചെയ്യണമെന്ന് ഞങ്ങൾക്കറിയാം. അണ്ടർവേൾഡ് ഗാങ്ങിലെ മെമ്പറാണ് ഇവൾ. ബെൽറ്റ് ബോംബ് വെച്ച് ആരെങ്കിലും കൊല്ലാൻ ബ്രെയിൻ വാഷ് ചെയ്ത് വിട്ടിരിക്കലെന്ന് ആര് കണ്ടു? ഈ കുട്ടി സംസാരിക്കില്ല എന്നുള്ളത് ഉറപ്പാ. വേണമെങ്കിൽ നമുക്ക് ഇവള് കിടന്ന ആസ്പത്രിയിലെ ഡോക്ടറെ വിളിച്ച് ചോദിക്കാം. ദയവ് ചെയ്ത് തൽക്കാലം ഈ ടോർച്ചറിംഗ് ഒന്ന് നിർത്തൂ പ്ലീസ്. ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ അവനെ കുറിച്ചുള്ള വിവരങ്ങൾ സ്റ്റേഷനിൽ തന്നിരിക്കണം. ഇല്ലെങ്കിൽ ചവിട്ടിന്റെ ലങ്സിലേക്ക് കളയും. എവിടാ അവര്? ആര്? ആ പെരേരയും ബെന്നിയും. നമ്മക്കറിയില്ല. അവരെവിടെയുണ്ടെന്ന് പറയുന്നവരെ നിന്നെ മനസമാധാനത്തോടെ ജീവിക്കാൻ ഞാൻ സമ്മതിക്കില്ല. മനസ്സിലായോ? എന്താ ചെയ്തലിക്കത്? പതുക്കെ. അപ്പൊ എന്നെ പറ്റി കേട്ടതൊക്കെ ശരിയാണല്ലേ? പഴയ പണിയൊക്കെ നിർത്തി പുണ്യാളച്ചനാവാൻ പോണെന്ന് പറഞ്ഞിട്ട് ചെയ്തലിക്ക ഞാൻ ഒന്നും നീ പറയണ്ട. നീയും ആ പെരേരും കാരണം എന്റെ ജീവിതം നായാക്കി. ഇടി കഴിഞ്ഞ നേരല്ലേ പോരേല്. എന്റെ കെട്ടിയാലും കുട്ടികളും അവരെ വീട്ടിലാക്കിയിരിക്കാണ് ഞാൻ. ചെയ്തലിക്ക ഞാൻ പറഞ്ഞടാ, കണ്ണു ചോരില്ലാത്ത പണിയല്ലേ നീ ചെയ്ത്. മര്യാദയ്ക്ക് അവന്റെ പണം കൊണ്ടുപോയിക്കോട്. അല്ലെങ്കിൽ ഇന്നു മുതൽ നീയും ഞാനും തമ്മിൽ ആ പണം തിരിച്ചു കൊടുക്കാൻ തന്നെ ഞാൻ വന്നിരിക്കുന്നത്. അതെ, ആ നടന്നതല്ല ഞാൻ പറയാം. അതെ, നിങ്ങൾ ഇങ്ങനെ പുറകെ നടന്നിട്ട് ഒരു കാര്യമില്ല. എനിക്ക് ബെന്നി അറിയില്ല, പെരേറി അറിയില്ല. എന്ന് പറഞ്ഞാൽ എങ്ങനെ? പെരേരെ രക്ഷിക്കാനുള്ള പയ്യല്ലേ നമ്മൾ നോക്കണേ. അവന്റെ പെങ്ങളുടെ ഓപ്പറേഷനുള്ള പണം കൊണ്ട് ബെന്നി എത്തിയിട്ടുണ്ട്. എവിടെയുണ്ട് ബെന്നി? ബെന്നി നിങ്ങൾ ഇവിടെ നിന്നാ മതി. ഞാൻ ചെന്ന് ജോസി വിളിച്ചോണ്ട് വരാം. ബെന്നി, ഓളെ നമുക്ക് വിശ്വസിക്കാലോ അല്ലേ? അല്ല, നമ്മളോട് ഇവിടെ ഇരുന്നോളാൻ പറഞ്ഞിട്ട് അവൾ അകത്തോട്ട് പോലീസിന് ഫോൺ ചെയ്താലോ? എന്നാ പിന്നെ ആശുപത്രിയിൽ ചെയ്താൽ പോരെ? അത് ശരിയാ. അല്ല, നമുക്കിപ്പോ ആരെ വിശ്വസിക്കാൻ പാടില്ലെന്ന് ഒരു പിടി കിട്ടാതായിരിക്കുന്നത്. ആകെപ്പാട് ഒരു കൺഫ്യൂഷ്യസ്. ജോസി, 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 ജോസി. മേഴ്സിക്ക് ഇനിയും ബെന്നിക്ക് വേണ്ടി കാത്തിരിക്കുന്നതിൽ അർത്ഥമുണ്ടെന്ന് തോന്നുന്നില്ല. ഞാൻ പോലീസിന് കീഴടങ്ങാൻ പോവുകയാണ്. എല്ലാം ഞാൻ അവരോട് തുറന്നു പറയും. തൽക്കാലം പോലീസിന്റെ ഉപദ്രവത്തിൽ നിന്നും നാൻസി രക്ഷപ്പെടുമല്ലോ. നേരിട്ട് പറഞ്ഞാൽ നീ സമ്മതിക്കില്ലെന്ന് അറിയാവുന്നതുകൊണ്ടാണ് ഈ ഭീരുത്വം കാണിക്കുന്നത്. എല്ലാം വിധി പോലെ വരട്ടെ. സ്നേഹത്തോടെ, ജോസി. ജോസി
ജോസി എവിടെ? ഞാൻ പോലീസിന് കീഴടങ്ങാൻ പോവുകയാണ്. എന്ത് മണ്ടത്തിലാണ് അയാൾ കാണിച്ചത്? പോലീസിന്റെ കയ്യിൽ അങ്ങ് കിട്ടിയ ഇത് പിടിച്ചേ. എന്താ എന്ത് പറ്റി? ഒന്നും പറ്റിയില്ല. സൈഡിലേക്ക് അങ്ങോട്ട് നീങ്ങിയില്ല. അല്ല ഞാനെന്താ നീങ്ങിയിരിക്കുന്നു? 10 രൂപയല്ലേ ഞാൻ വണ്ടി എന്നിട്ട് പറഞ്ഞില്ല. தம்பி ஏதாவது விவரம் கிடைச்சா உடனே அறிவிச்சிடுங்கோ. ശരി. முருகா ஒன்னும் சொல்லி பிரயோஜனமில்லை. அந்த 5000 கோடி திருமதி நடத்தின அர்ஷத் மேத்தாவை இன்னும் ஜெயிலுக்குள்ள போட முடியல. பின்ன அல்லவா இந்த 5 லட்சம் மோஷிச்ச பரேரா. அந்த அயோக்கிய பையன் கையில கிடைச்ச நான் கொலை பண்ணிடுவேன். டேய் சாவுக்குறாக்கி ജോസി, നീ ഇപ്പൊ പോലീസിന് പിടികൊടുക്കരുത്. വിടാനാ പറഞ്ഞു. ഇല്ല ഞാൻ സറണ്ടർ അല്ലെങ്കിൽ അവര് നിന്റെ പണമായിട്ട് ഞാൻ വന്നിരിക്കുന്നു. ഓടി വാങ്ങോ, ഓടി വാങ്ങോ, ഓടി വാങ്ങോ, പരേരെ പിടിച്ചാക്ക്. 5 ലക്ഷം പരേരെ പിടിച്ചാക്ക്. ഓടി വാങ്ങോ. സഖി നമ്മുടെ സാധ്യത എന്ത് പറ്റി സ്വാമി? രജനീകാന്ത് ഇടിக்கிற மாதிரி ഇടിച്ചിട്ട് കാറിൽ ഏറി പോയാച്ച്. എന്റെ ഗുരുവായൂരപ്പ ഞാനിനി എന്ത് പറയൂ എന്റെ ജോസി ഉദ്ദേശിക്കുന്ന പോലെ എല്ലാ കാര്യങ്ങളും. താനിപ്പോ 5 ലക്ഷവും തട്ടിപ്പറിച്ചുകൊണ്ടോടി വെറും ഒരു കള്ളനല്ല. മഹാരാഷ്ട്ര പോലീസിനും കേരള പോലീസിനും ഒരുപോലെ ആവശ്യമുള്ള പിടികിട്ട പുള്ളിയാണ്. ബോംബെ അധോലോകത്തിലെ ഒരു പ്രധാന കണ്ണി. ബോംബെയോ? കുട്ടിക്കാലത്ത് മമ്മിയുടെ കൂടെ വേളാങ്കണ്ണി പോയെന്ന് വെച്ചാൽ കേരളത്തിന് പുറത്ത് എവിടെയും ഞാൻ പോയിട്ടില്ല. അത് നമുക്കല്ല അറിയുള്ളൂന്ന്. ആ പെരേരെല്ലാം നിന്ന് പോലീസിനും കൂടി ബോധ്യാവണ്ടേ? അവരെ ഇടികൊള്ളുമ്പോ പെരേരെല്ലാം ദാവൂദ് ഇബ്രാഹിം ആണെന്ന് സമ്മതിച്ചു. അയ്യോ, ഇതിപ്പോ പെരേര എന്ന് പേരുള്ള വേറെ ആരോ ചെയ്യുന്ന മോഷണങ്ങളാണ് ഇയാളുടെ തലയിൽ വന്നിരിക്കുന്നത്. കൂടുതൽ സസ്പെൻസ് ഒന്നും വേണ്ട. നീ ഇപ്പൊ പറഞ്ഞ ആ പെരേരയാണ് ഈ പെരേര. ഒളിച്ചുകളി എനിക്കിഷ്ടമല്ല. ഓൺലി സ്ട്രൈറ്റ് ഡീലിങ്സ്. എനിക്കിപ്പോ വേണ്ടത് എന്റെ ഈ ഡ്യൂപ്ലിക്കേറ്റിനാണ്. ഡെഡ് ഓർ അലൈവ്. ഇവനെ കൈ കിട്ടുന്നതുകൊണ്ട് എനിക്ക് ഒരുപാട് പ്രയോജനങ്ങളുണ്ട്. ഇങ്ങോട്ട് വാടാ മോനെ. വാ മോൻ, വാ. വാടോ. വാ. I say come. Come on. Come on. Come here, I say. Nice boy.